കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫാക്ട്സ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആയി ആചരിക്കുന്നത് ഡിസംബർ 2 ആണ്. ഡിസംബർ 2. ഫസ്റ്റ് കമ്പ്യൂട്ടർ ആണ് ഏനിയാക് എന്ന് പറയുന്നത്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ആണ് ഏനിയാക് എന്ന് പറയുന്നത്. ഏനിയാക്കിന്റെ ഫുൾ നെയിം ഓർത്ത് വെക്കണം. ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് CPU. CPU സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത് അല്ലേ. അതായത് ഒരു ഡോക്യുമെന്റിൽ നിന്ന് വേറൊന്നിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത്. അതായത് നമ്മളിപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്കിൽ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ഡോക്യുമെന്റ്സിലേക്ക് നമ്മൾ പോകും അല്ലേ. അപ്പോൾ ആ വേർഡിനെ കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ഒരു നാവിഗേഷന് ഹെൽപ്പ് ചെയ്യണതാണ്. നെക്സ്റ്റ് പറയുന്നത് ഹാർഡ്വെയറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അല്ലേ, കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അത് നമുക്ക് ടച്ച് ചെയ്യാനും കാണാനും ഒക്കെ സാധിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിന്റർ തുടങ്ങിയവ. ഇതെപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ചോദിക്കണ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഹാർഡ്വെയർ പാർട്ട് ഏതാ, സോഫ്റ്റ്വെയർ പാർട്ട് ഏതാ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ. അതായത് അതിനെ നമുക്ക് തൊടാനും കാണാനും ഒന്നും സാധിക്കില്ല. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വഴി നമ്മൾ കമ്പ്യൂട്ടറിനോട് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് പറയുന്ന പാർട്ടാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽസ് എ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസർ ആണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് MS വേർഡ്, എക്സൽ, ഫോട്ടോഷോപ്പ് തുടങ്ങിയവ. ഇനി പറയുന്നത് ഹാർഡ് കോപ്പിയെ കുറിച്ചിട്ടാണ്. ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ്. അതായത് പ്രിന്റഡ് പേപ്പേഴ്സ് പോലുള്ള ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ. അത് സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അപ്പോൾ അതിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഓൾറെഡി സിസ്റ്റത്തിനകത്തുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫേംവെയർ, ഡിവൈസ് ഡ്രൈവേഴ്സ് അങ്ങനെയുള്ളത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും. അതായത് വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്സ്, ബ്രൗസേഴ്സ് അങ്ങനെയുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്, ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് FTP എന്ന് പറയുന്നത്. FTP മീൻസ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ സർഫ്. ബിസിനസ്സിൽ ഇന്റർനെറ്റിലൂടെ നടത്തുന്ന ബിസിനസ്സിന് നമ്മൾ എന്താ പറയുന്നത്, E-commerce എന്നാണ് പറയുന്നത്. E-commerce സൈറ്റുകളാണ് ആമസോൺ, eBay തുടങ്ങിയവ. ഇനി കുറച്ച് ഫുൾ ഫോംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ടേംസ്. അപ്പോൾ നമുക്കത് കുറച്ച് നോക്കാം. CPU സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CD കോമ്പാക്ട് ഡിസ്ക്. DVD ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്. IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. USB യൂണിവേഴ്സൽ സീരിയൽ ബസ്. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. വൈഫൈ വയർലെസ് ഫിഡിലിറ്റി. ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ. JPEG ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ്. മോഡം മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. ATM ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. COBOL കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. UNIVAC യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ.
MDI ചോദിച്ചിട്ടുള്ളതാണ്, മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് ഇന്റർഫേസ്. ഇപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫാക്ട്സിനെ കുറിച്ചിട്ട്. ഇനിയും ഉണ്ട് കാര്യങ്ങൾ പറയാനായിട്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.